വെൽക്കം ടു O3 മാത്സ്. ഇറ്റ്സ് മീ നബീൽ. പ്ലസ് ടു മാത്സിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലുള്ള 3 മാർക്കിന് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് പാർട്ടായിട്ടാണുള്ളത്. ഒന്ന് റിലേഷൻസ് എന്നുള്ള ടോപ്പിക്കിലുള്ള ഒന്നാമത്തെ ക്വസ്റ്റൻ, എ എന്നുള്ള ക്വസ്റ്റൻ എന്താണ്? വെൻ എ ഈസ് എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് ടു ബി റിഫ്ലെക്സീവ്. എപ്പോഴാണ് നമ്മൾ റിലേഷൻ അത് റിഫ്ലെക്സീവ് ആണ് എന്ന് പറയുന്നത്? അതാണ് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മോഡലുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കറിയാം, ഇഫ് എ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, ഒന്നാമത്തെ ആൻസർ ആണ്. ഇഫ് എ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, അത് റിഫ്ലെക്സീവ് ആണ് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എ കോമ എ എന്നുള്ളൊരു ഓർഡേർഡ് പെയർ ബിലോങ്സ് ടു ആർ നമ്മളെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. സിമിലർലി എ ബിലോങ്സ് ടു സെറ്റ് എ എന്നുള്ളത് നമ്മൾ സെറ്റ് എയിലുള്ള നമ്പർ ആവണം. ഓക്കെ, അതാണ് ഇത് റിഫ്ലെക്സീവ് ആവണം എന്നുള്ളതിൻ്റെ കണ്ടീഷൻ. അതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 മാർക്ക്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ഫംഗ്ഷൻ -1 to 1 two real numbers are given by f of x equal to രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, f of x equal to x by x plus 2 is 1 1. ഈ ഫംഗ്ഷൻ ആ ഗിവൺ തന്ന ഒരു ഇൻ്റർവെല്ലിൽ, അതായത് റിലേഷനിൽ, ഫംഗ്ഷനിൽ അതൊരു 1 1 ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ലെറ്റ് നമുക്ക് തന്നിട്ടുണ്ട് x1, x2 ബിലോങ്സ് ടു -1 to 1 ആണ്. ഓക്കെ, ഈ x1 x2 ഈക്വൽ ആയാൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്ത് പറയാം? 1 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, വാട്ട് ഈസ് എഫ് ഓഫ് x1 ഹിയർ? എഫ് ഓഫ് x1 ഈക്വൽ ടു x1 ബൈ x1 പ്ലസ് x2 ആൻഡ് എഫ് ഓഫ് x2 ഈക്വൽ ടു വാട്ട്? x2 ഡിവൈഡഡ് ബൈ x2 പ്ലസ് 2. ഓക്കെ, ഇനി നമ്മൾ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ x1 ബൈ x1 പ്ലസ് 2 ഈക്വൽ ടു x2 ബൈ x2 പ്ലസ് 2. ഓക്കെ, ജസ്റ്റ് ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x1 ഇൻറ്റു x2 പ്ലസ് 2 ഈക്വൽ ടു x2 ഇൻറ്റു x1 പ്ലസ് 2 അല്ലേ? നമ്മൾ ആ x1നെ റൈറ്റ് സൈഡ് കൊണ്ടുപോയി x2നെ നമ്മൾ ഇങ്ങോട്ട് ലെഫ്റ്റിൽ കൊണ്ടുവന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ x1 ഇൻറ്റു x2 പ്ലസ് 2x1 ഈക്വൽ ടു x2 ഇൻറ്റു x1 പ്ലസ് 2x2 എന്നുള്ളൂ. ഈ x2 x1 അല്ലെങ്കിൽ x1 x2നെ ഒരാളെ ഈക്വൽ ടുവിൻ്റെ ഒരു സൈഡിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് പോകും. ഇനി നമുക്ക് അവിടെ എന്താ ഉള്ളത്? 2x1 ഈക്വൽ ടു 2x2നെ നമുക്ക് എന്ത് പറയാം? 2നെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2/2 1 ആയി. x1 ഈക്വൽ ടു x2 എന്ന് പറയാം. Therefore, function is 1 1.